1971 മെയ് മാസം 1. സമയം പുലർച്ചെ 1 മണി കഴിഞ്ഞു. 20 വയസ്സുള്ള എലിസബത്ത് എന്ന പെൺകുട്ടി ഒരു സോഫയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവളിപ്പോ ഉറങ്ങുന്ന ആ വീട് അവളുടെ ഭർത്താവായ ബോബിയുടെ സഹോദരന്റെ വീടാണ്. ഒരു ചെറിയ ഒത്തുചേരലിന് വേണ്ടിയാണ് അവരവിടെ വന്നത്. ടെക്സർക്കാനയിലെ ഈ ഒരു വീട് നഗരത്തിന് പുറത്തുള്ള ഒരു വനത്തിനിടയിലാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ഈ ഒരു വീടിന് ചുറ്റും ചെറിയ ചെറിയ കുളങ്ങളും ഇടതൂർന്ന മരങ്ങളും ഇങ്ങനെ കാണാൻ തന്നെ നല്ല മനോഹരമായ, യാതൊരു ശല്യവുമില്ലാതെ ഒരു ക്യാമ്പിംഗ് നടത്താൻ പറ്റിയ സ്ഥലം. സോഫയിൽ ഉറങ്ങിക്കിടന്ന എലിസബത്ത് പെട്ടെന്ന് ഉണരുന്നു. എന്നാൽ അപ്പോഴും ഭർത്താവായ ബോബിയും സഹോദരനും ഉറങ്ങാതെ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ സോഫയിൽ നിന്നും അവൾ എഴുന്നേറ്റു. അവളുടെ ആ മുറിയിലെ ഗ്ലാസ് വിൻഡോ തുറന്നു നോക്കി. അങ്ങനെ തുറന്നപ്പോൾ വല്ലാത്തൊരു തണുത്ത കാറ്റ് അനുഭവപ്പെട്ടു. വീണ്ടും അവൾ സോഫയിൽ വന്ന് കിടന്നു. പക്ഷെ ഇത്തവണ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ സാധിച്ചില്ല. നല്ല അന്തരീക്ഷം, കാറ്റിന്റെ ചെറിയൊരു ശബ്ദം, കാറ്റിലൂടെ വരുന്ന പ്രാണികളുടെ ശബ്ദം, ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷവും ശബ്ദവും ഒക്കെ ആണെങ്കിൽ പോലും അവളെ കൊണ്ട് ഉറങ്ങാനേ സാധിച്ചില്ല. കാരണം അതേ കാറ്റിലൂടെ അവൾക്ക് മറ്റൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് ആരോ പിറുപിറുക്കുന്നത് പോലുള്ള ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദം കാടിനുള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾക്കിപ്പോ ഉറങ്ങാൻ കഴിയാത്തതിന്റെ കാരണം അവൾ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു ശബ്ദം അവൾ കിടന്നിരുന്ന ആ മുറിയുടെ ജനാലയ്ക്ക് അടുത്ത്, വളരെ അടുത്ത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആ ശബ്ദം ജനാലയ്ക്ക് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു. ഇതിൽ ഭയന്നുപോയ എലിസബത്ത് സോഫയിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഭയത്തോടു കൂടി വലതുവശത്തുള്ള ജനാലയിലേക്ക് നോക്കാൻ തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ അവളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ജനാലയ്ക്ക് പുറത്ത് താഴെ എന്തോ ഒന്ന്, അല്ലെങ്കിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. ഇതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ വെച്ച് ഹോളിവുഡിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള വളരെ നിഗൂഢമായ, വ്യത്യസ്തമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ആ ജനാലയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന എലിസബത്തിന് ആ സ്ക്രീനിനപ്പുറം ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അവൾ വളരെ നേരം നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ജനാലയ്ക്ക് അരികിൽ പോയി നോക്കാം എന്നവൾ ചിന്തിച്ചു. എങ്കിൽ മാത്രമേ ആ ജനാലയ്ക്ക് പുറത്ത് എന്താണ് ഉള്ളതെന്ന് വ്യക്തമായി കാണാൻ കഴിയൂ. അങ്ങനെ അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. ഗ്ലാസ് വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിലും അത് കർട്ടൻ കൊണ്ട് മൂടിയിരുന്നു. അങ്ങനെ അവൾ കർട്ടൻ അടുത്തേക്ക് ചെന്ന് അതിന് പുറത്ത് താഴെ എന്തുണ്ടെന്നറിയാനായി ആ കർട്ടനോട് തന്റെ മുഖം ചേർത്ത് വെച്ച് താഴേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ നോക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു വലിയ രൂപം താഴെ നിന്നും എഴുന്നേറ്റു. യഥാർത്ഥത്തിൽ അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആ മുഴുവൻ ജനാലയുടെ കാഴ്ചയെ തന്നെ പൂർണ്ണമായും മറച്ചു. അവളുടെ മുന്നിൽ നിൽക്കുന്ന ആ രൂപം അത്ര വലുതായിരുന്നു. എലിസബത്ത് അത് കണ്ട് പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ മൂർച്ചയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് ആ കർട്ടൻ കീറാൻ തുടങ്ങി. അതിൽ എലിസബത്തിന്റെ മുഖം മുറിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത എലിസബത്ത് പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പുറകിലേക്ക് മാറി താഴെ വീണു. അതേസമയം പുറത്തുണ്ടായിരുന്ന ആ ജീവി വളരെ വേഗത്തിൽ കാടിനുള്ളിലേക്ക് ഓടി ഒളിച്ചു. ഈ ശബ്ദം കേട്ട്, എലിസബത്തിന്റെ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഭർത്താവായ ബോബിയും സഹോദരനും ഓടി അവിടെ എത്തി. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ നിലവിളിച്ചത് എന്ന് ചോദിച്ചു. പക്ഷേ വല്ലാത്ത ഭയത്തിലായിരുന്ന എലിസബത്ത് ഭർത്താവിനോട് കരടി, അതൊരു കരടിയാണെന്ന് പറഞ്ഞ് ആ കാടിലേക്ക് വിരൽ ചൂണ്ടി. പെട്ടെന്ന് അവർ രണ്ടുപേരും അവളെ എഴുന്നേപ്പിച്ചിരുത്തുകയും ഇനി ജനാലയ്ക്ക് അടുത്തേക്ക് വരണ്ട, വീടിന്റെ വാതിലും തുറക്കണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബോബിയും സഹോദരനും പുറത്തേക്ക് പോകാനായി ഒരുങ്ങി. ടോർച്ചും തോക്കും എടുത്തുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ ആ വീടിന് മുന്നിൽ ടോർച്ച് അടിച്ച് നോക്കാൻ തുടങ്ങി. എല്ലാ മരങ്ങളിലും കുറ്റിക്കാടിലും എല്ലാം തിരഞ്ഞു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ല. അടുത്ത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി
തലയാട്ടാൻ തുടങ്ങി. രണ്ടുപേരും വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. അവർ ആ തലയാട്ടിയതിന്റെ കാരണം, നീ ഈ വശത്തേക്ക് പോ, ഞാൻ ആ വശത്തേക്ക് പോകാം. ഇങ്ങനെ ബോബിയുടെ സഹോദരൻ വീടിന്റെ ഇടതുവശത്തേക്ക് പോയി. ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് പതുക്കെ നടന്നു. ബോബി വീടിന്റെ വലതുവശത്തും പോയി. രണ്ടുപേരും വീടിനെ ചുറ്റി ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഇരുവരും വീടിന്റെ പിൻഭാഗത്തെത്തി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും കാണാൻ സാധിച്ചില്ല. അതിനാൽ അവർ വീണ്ടും ആ വീട്ടിൽ നിന്നും ഒരല്പം അകലെ പോയി അവിടെ തിരയാൻ തുടങ്ങി. പക്ഷെ അവിടെയും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ കരടി ഇപ്പോൾ പോയിട്ടുണ്ടാകും എന്ന് കരുതി വീടിന് മുൻപിൽ വന്ന് നിന്നു. അടുത്ത് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. സത്യത്തിൽ ബോബിയും സഹോദരനും നല്ല ഹണ്ടേഴ്സ് ആയിരുന്നു, വേട്ടക്കാരായിരുന്നു. അതിനാൽ ഒരു കരടി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ കരടിയെ കാട്ടിലേക്ക് തന്നെ തിരികെ വിടുന്നതാണ് നല്ലത്. അതവർക്കറിയാം. കാരണം ഏകദേശം 250 കിലോഗ്രാം ഭാരമുള്ള കരടിയെ നമ്മൾ ശല്യപ്പെടുത്തിയാൽ അവയ്ക്കൊക്കെ 60 കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കും. അത് നമുക്ക് തന്നെ ഒരിക്കലും സുരക്ഷിതമല്ല. അതുകൊണ്ട് കരടിയെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്കറിയാം. എങ്കിലും ഇത് വളരെ വ്യത്യസ്തമാണ് എന്ന് ബോബിക്ക് തോന്നി. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ബോബി സംസാരിച്ചു തുടങ്ങി. എലിസബത്ത് പറഞ്ഞതനുസരിച്ച് കരടിയുടെ പെരുമാറ്റം മറ്റ് കരടികളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. സാധാരണ രീതിയിലല്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ കരടിയെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ വിടുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഭീഷണിയായി മാറും. രാത്രി ഉറങ്ങുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും വന്ന് ആക്രമിച്ചേക്കാം. അതിനാൽ അതിനെ കണ്ടെത്തി നമ്മൾ കൊല്ലണം. അതിനനുസരിച്ചതുപോലെ അവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അവരുടെ പദ്ധതി പ്രകാരം ബോബി വീടിന്റെ പിൻഭാഗത്ത് കാവൽ നിൽക്കുന്നു. ബോബിയുടെ സഹോദരൻ വീടിന്റെ മുൻഭാഗത്തും കാവൽ നിൽക്കുന്നു. സൂര്യോദയം വരെ കാവൽ നിൽക്കണം. കരടി വന്നാൽ അതിനെ കൊല്ലണം. അല്ലെങ്കിൽ രാവിലെ മറ്റെന്തെങ്കിലും സഹായം മറ്റാരോടെങ്കിലും ചോദിക്കാം, എന്നിട്ട് അതിനെ കൊല്ലാം എന്ന് പദ്ധതിയിട്ടു. അങ്ങനെ ബോബി തന്റെ സിഗരറ്റിന്റെ അവസാന പുകയും വലിച്ചു. അത് താഴെയിട്ട് ഷൂ ഉപയോഗിച്ച് അതിനെ ചവിട്ടി ഞെരിച്ചു. ഒരു കയ്യിൽ ഷോട്ട് ഗൺ, മറ്റൊരു കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് വീടിന് പിൻഭാഗത്തേക്ക് പോയി നിന്നു. അവിടെയുള്ള ആ ഇരുണ്ട വനത്തെ തന്നെ നോക്കി നിരീക്ഷിക്കാൻ തുടങ്ങി. ബോബി വീടിന്റെ പിൻഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അയാൾക്കൊരു ദുർഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. ആദ്യം അത് അടുത്തുള്ള കുളങ്ങളിലെ നനഞ്ഞ മണ്ണിന്റെ ഒരു ഗന്ധമാണെന്ന് അയാൾ കരുതി. പക്ഷേ അതൊരു അഴുകിയ മൃഗത്തിന്റെ ഗന്ധം പോലെയായിരുന്നു തോന്നിയത്. വളരെ അടുത്ത് തന്നെ അത് അനുഭവപ്പെടാൻ തുടങ്ങി. ഒരല്പം പരിഭ്രാന്തനായ ബോബി തനിക്ക് മുൻപിലുള്ള ആ ഇരുണ്ട വനത്തിലേക്ക് നോക്കി. മണം എവിടെ നിന്ന് വരുന്നു എന്നറിയാനായി ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കി. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ വലതുവശത്തുള്ള കുറ്റിക്കാടിൽ നിന്നും എന്തോ ഒന്ന് അനങ്ങുന്നത് പോലുള്ള ശബ്ദം കേട്ടു. ഉടനെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് അതിനെ നോക്കി അടിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കറുത്ത വസ്തു തന്റെ വീടിനടുത്തേക്ക് ഓടുന്നതായിരുന്നു കണ്ടത്. ഉടനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ച് അതിനെ വെടിവെക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് വീടിന് മുന്നിൽ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരനും അവിടെ ഓടിയെത്തി. ഞാൻ അതിന്റെ കഥ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബോബി ആ സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. ഇത് കണ്ടവർ വല്ലാതെ ഞെട്ടിപ്പോയെങ്കിലും ആ സമയത്ത് അവർക്കൊരല്പം ആശ്വാസം തോന്നി. കാരണം ബോബി അതിനെ വെടിവെച്ചു. അതിനാൽ തീർച്ചയായും അതിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും അതിവിടേക്ക് വരില്ല എന്ന് ചിന്തിച്ചവർ സന്തോഷിച്ചു. എന്നാൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം വീടിനുള്ളിലുണ്ടായിരുന്ന ഇവരുടെ ഭാര്യമാർ എന്തോ ഒന്ന് കണ്ട് നിലവിളിക്കുന്ന ശബ്ദം അവർക്ക് കേട്ടു. ഉടനെ അവർ വീടിനുള്ളിലേക്ക് ഓടി. ബോബി ആദ്യം വീടിനടുത്ത് എത്തിയപ്പോൾ അയാൾക്ക് ആ പഴയ ദുർഗന്ധം വീണ്ടും എടുക്കാൻ തുടങ്ങി. ഈ സമയം ബോബിക്ക് പിന്നിലുണ്ടായിരുന്ന സഹോദരൻ നിൽക്ക് നിൽക്ക്, അവിടെ പോകരുത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. പക്ഷേ അത് വളരെ വൈകി. കാരണം ആ രൂപം ഇപ്പോൾ ബോബിയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ബോബിക്ക് തിരിഞ്ഞോടാൻ പോലും സാധിക്കില്ല, അത്രത്തോളം അതടുത്തായിരുന്നു. ഇപ്പോൾ ബോബി തൻ്റെ ഷോട്ട് ഗൺ എടുക്കാൻ ശ്രമിക്കുന്ന ആ സെക്കൻഡിൽ ആ വസ്തു അവനെ താഴെ തള്ളിയിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ്റെ തോളുകളിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. കാരണം ആ കരടി അവൻ്റെ തോളുകൾ അതിൻ്റെ നഖം കൊണ്ട് പിച്ചെടുത്തിരുന്നു. വാസ്തവത്തിൽ അവൻ ആ കരടിയുടെ അടിയിൽ കാലുകൾക്കും കൈകൾക്കും ഇടയിൽ കുടുങ്ങിപ്പോയിരുന്നു. അപ്പോഴായിരുന്നു ബോബിക്കൊരു കാര്യം മനസ്സിലായത്. ആ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അത് ആ കരടിയിൽ നിന്നാണ് വന്നത്. അതെ, ജീവന് വേണ്ടി പോരാടുന്ന ആ സമയം ഒരു അത്ഭുതവും സംഭവിച്ചു. കരടിയുടെ അടിയിൽ അകപ്പെട്ട് കിടന്ന ബോബി പെട്ടെന്ന് ഉരുണ്ട് ഇടതുവശത്തേക്ക് വന്നു.
മിന്നൽ വേഗത്തിൽ എഴുന്നേറ്റ അദ്ദേഹം തൊട്ടടുത്തുള്ള തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തു പോയി ആ വാതിലടച്ചു. ഇപ്പോൾ വീടിന് പുറത്ത് ആ ക്രൂരമായ മൃഗം, കൂടാതെ ബോബിക്ക് പുറകിൽ വന്നുകൊണ്ട് നിന്ന ഒറ്റയ്ക്കകപ്പെട്ട ബോബിയുടെ സഹോദരൻ. ഈ സമയം വീടിനുള്ളിലുണ്ടായിരുന്ന ബോബിയും ഭാര്യയും സഹോദരൻ്റെ ഭാര്യയും അടുത്ത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് 4 തവണ വെടിവെക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഉടനെ എല്ലാവരും നിശബ്ദരായി. പുറത്തിപ്പോൾ യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. പുറത്ത് എന്ത് പറ്റിയെന്നറിയാനായി എല്ലാവരും ആ വീടിൻ്റെ വാതിലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം വാതിൽ തുറന്ന് ബോബിയുടെ സഹോദരൻ തോക്കുമായി അകത്തേക്ക് വന്നു. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷവും ആരും സംസാരിച്ചില്ല. കാരണം അത്രത്തോളം എല്ലാവരും ഞെട്ടി ഭയന്നിരുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. ബോബി തൻ്റെ സഹോദരനെ നോക്കി ചോദിച്ചു, ആ കരടി മരിച്ചോ എന്ന്. ഭയത്തോടുകൂടി ബോബിയുടെ സഹോദരൻ പറഞ്ഞത്, ഇല്ല, അത് മരിച്ചില്ല, മാത്രമല്ല അതൊരു കരടിയല്ല എന്നും പറഞ്ഞു. അങ്ങനെ നേരം പുലർന്നു. എലിസബത്ത്, ബോബി ഇരുവരും ആശുപത്രിയിലേക്ക് പോയി. ആ മുറിവുകൾക്ക് ചികിത്സ തേടി. അതേസമയം ആ ജീവി വീടിന് ചുറ്റുമുണ്ടോ എന്ന് അവർ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ആ ജീവി അവിടെ എവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ഒരേയൊരു കാര്യം കണ്ടെത്തി. അവർ കണ്ടെത്തിയ ആ കാര്യം ബോബിയുടെ സഹോദരൻ പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് അതൊരു കരടിയല്ല. അങ്ങനെ അവർ കണ്ടെത്തിയ കാര്യം എന്താണെന്നല്ലേ? അവരുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ചെളിയിൽ വളരെ വിചിത്രമായ കാൽപ്പാടുകൾ കണ്ടു. ആ കാൽപ്പാടുകൾ വളരെ നീണ്ട ഒരു മനുഷ്യൻ്റെ കാൽപാദം പോലെയായിരുന്നു. അതേസമയം ആ കാലിൽ 3 വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അതിൻ്റെ കയ്യിൽ 3 മൂർച്ചയുള്ള നഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബോബിയുടെ സഹോദരൻ മറ്റൊരു കാര്യം പറഞ്ഞത്. ഞാൻ പുറത്തുണ്ടായിരുന്നപ്പോൾ ആ ജീവിയെ ഞാൻ വളരെ വ്യക്തമായി കണ്ടു. കറുപ്പും ചുവപ്പും കലർന്ന രോമങ്ങളോടുകൂടിയ ഒരു ജീവി. അത് അതിൻ്റെ 2 കാലുകൾ കൊണ്ട് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഏകദേശം അതിനൊരു 7 അടിക്കും അപ്പുറം ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വെടിവെച്ചപ്പോൾ പെട്ടെന്ന് അത് അതിൻ്റെ 2 കാലുകളും ഉപയോഗിച്ച് ഓടി. അതും വളരെ വേഗത്തിൽ ഓടി. പക്ഷേ എന്നെ ഏറെ ഭയപ്പെടുത്തിയ കാര്യം മറ്റൊന്നായിരുന്നു. അതിൻ്റെ കണ്ണുകൾ. ആ 2 കണ്ണുകൾ വളരെ ഭയാനകവും ചുവപ്പ് നിറവുമായിരുന്നു. പെട്ടെന്ന് ഈ ഒരു വാർത്ത പോലീസും ആ പ്രദേശവാസികളും എല്ലാം അറിഞ്ഞു. അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് ആ ജീവിയെക്കുറിച്ച് ഇതിനു മുന്നേ നന്നായി അറിയാം. കഴിഞ്ഞ 200 വർഷമായി ആർക്കാൻസസിൽ താമസിക്കുന്ന ആളുകൾ ആ കാടിനുള്ളിലും അവിടെയുള്ള കുളങ്ങളിലും ജീവിക്കുന്ന ആ ജീവിയുടെ പേര് ഫോക്ക് മോൺസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ആ രാക്ഷസനെ കുറിച്ച് അവർ പറയുമ്പോൾ അതുള്ള സ്ഥലത്ത് നിന്നും വളരെ വേഗത്തിൽ പോകും. ജനങ്ങൾ വളർത്തുന്ന ആടുകളും പശുക്കളും കോഴികളും ഇവയൊക്കെ അവ കൊന്നു കഴിക്കും. ഇതിനു മുൻപും മനുഷ്യരെ ഇത് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വീട്ടിലേക്ക് വന്ന് ആക്രമിക്കുന്നത് ഇതാദ്യമാണ് എന്നും പറഞ്ഞു. ബോബിയുടെ കുടുംബത്തിന് സംഭവിച്ച ഇക്കാര്യത്തെ അടിസ്ഥാനമാക്കി 1972 ദ ലെജൻഡ് ഓഫ് ബോഗി ക്രീക്ക് എന്ന ഒരു ഹോളിവുഡ് ചിത്രം ഇറങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോലീസും ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് അന്ന് അവർ കണ്ടത് ഫെയർപെക്ക് എന്ന ഒരു കാട്ടുപന്നി ആയിരിക്കാം എന്നാണ്. എന്നാൽ അവരെ കൊണ്ടുപോലും അത് ഉറപ്പിച്ച് പറയാൻ സാധിച്ചില്ല. കാരണം അന്നത്തെ ദിവസം രാത്രി ബോബിയുടെ വീടിന് ചുറ്റും ആ ചെളിയിൽ പതിഞ്ഞിരുന്ന ആ ജീവിയുടെ കാൽപാദത്തിന്റെ അച്ച് അവർ എടുത്തു വെച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചിത്രമായിരുന്നു ആ വീടിന് ചുറ്റുമുണ്ടായിരുന്ന കാൽപാദങ്ങളുടെ യഥാർത്ഥ പ്രിന്റ്. ഇന്നും ആ ഏരിയയിലേക്ക് പോകുന്ന ഹൈക്കേഴ്സും ഹണ്ടേഴ്സും തങ്ങൾ ഫോക്ക് മോൺസ്റ്ററെ കണ്ടതായി ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ബോബിയെയും കുടുംബത്തെയും അന്ന് ആക്രമിച്ചത് ഫോക്ക് മോൺസ്റ്റർ ആയിരിക്കുമോ, അല്ലെങ്കിൽ അതൊരു കരടി ആയിരിക്കുമോ? നിങ്ങൾ എന്താണ് കരുതുന്നത്? തീർച്ചയായും അത് കരടി തന്നെയാണ് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം കരടി 2 കാലുകൾ ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ബോബിയുടെ സഹോദരൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. അത് അതിൻ്റെ 2 കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഓടിയെന്ന്. അപ്പോൾ കരടി തൻ്റെ 2 കാലുകൾ ഉപയോഗിച്ച് ചില അടികൾ മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ 2 കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഓടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്ത് ജീവിയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലായ വിക്കിയോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.